പ്രായത്തിൽ എന്നെ കല്യാണം കഴിച്ചിട്ട് ചാടിത്തുള്ളി പോകും. ആഹാ, പക്ഷെ എനിക്ക് അതിലേക്ക് അറിയത്തില്ല. അവരെന്നെ തിരിച്ച് അടിച്ചു ഓടിക്കും. തുണി വാങ്ങിക്കുക, കുറെ അടിച്ചു പൊളിച്ച് നടക്കുക, ചാടോ. IPS ആയിട്ട് കൊണ്ട് കാര്യങ്ങൾ നടക്കാൻ തോന്നും. ഞാൻ പഠിക്കത്തില്ല. ഞാൻ ഡിപ്രഷൻ ഒന്നുമല്ല, അതിന്റെ അപ്പുറത്തേക്ക് വരെ പോയിട്ടുണ്ട്. അല്ല, എനിക്ക് ഇപ്പൊ 10 മണി വരെ കിടന്നു ഉറങ്ങും. ഇന്നും 4 മണിക്ക് എഴുന്നേക്കും. അങ്ങനെ ഒരു പേരൊന്നും കേൾക്കണമെന്ന് എനിക്കില്ല. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ Q&A സെക്കൻഡ് പാർട്ട് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കാണും, കാരണം അപ്പുറത്ത് വീട് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ആദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു മണ്ടിയാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള രസകരമായ നിമിഷം. എനിക്ക് ഏത് നിമിഷവും തോന്നാറുണ്ട്. ഇപ്പം നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണെങ്കിൽ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴാ മാങ്ങ കണ്ടാലും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാങ്ങ കൊണ്ടുവന്നു. എൻ്റെ പൊട്ടത്തരത്തിൽ എനിക്ക് 29 വയസ്സായി. എടുത്ത് ഞാനങ്ങ് കടിച്ച് പൊള്ളി. സൂപ്പറായിട്ടുണ്ട്. അല്ലേലും ഇപ്പം കണ്ണൻ ചേട്ടൻ്റെ കല്യാണം വരാൻ പോവുക. എനിക്ക് എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോൾ ഞാൻ ഇതേലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. പൊള്ളി എപ്പോഴും എല്ലാം ഞാനിങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മണ്ടത്തരം പറഞ്ഞത്. അപ്പം രണ്ടാമത്തെ ചോദ്യം, ജസ്റ്റ് മൈ പി ഒ ചോദിച്ചിട്ടുണ്ട്, ജോലി ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് എഡ്യൂക്കേഷൻ? പകൽ വീട്ടിലിരുന്ന് ബോറടിക്കാറുണ്ടോ? ജോലി ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീടിന് പുറത്ത് പോകുന്നത് അത്ര കംഫർട്ടബിൾ അല്ല. കാരണം ഞാൻ ഇതുപോലെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ ഭയങ്കര സീരിയസ് ഒക്കെ ആണെങ്കിൽ എനിക്കത് സൗണ്ടല്ലേ, സാരമില്ല, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം എല്ലായിടത്തും ഒപ്പിക്കും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ജോലിക്കൊന്നും പോവാത്തത്. ജോലിക്കൊക്കെ പോകണം എന്ന് ചിലപ്പോൾ ഒക്കെ തോന്നും, ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് രാവിലെ എഴുതിയിട്ട് പോവാമല്ലോ, അങ്ങനെ തോന്നും. പക്ഷെ എനിക്ക് റിയാലിറ്റിയിൽ എനിക്ക് പോകുന്ന അത്ര താല്പര്യമില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എനിക്ക് നല്ല രസമുണ്ട്, ബോറടിയൊന്നുമില്ല. അടുത്തത് ശിലങ്ക ചോദിച്ചിട്ടുണ്ട്, നേരത്തെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാണ് കാര്യം എന്നറിയാവോ? സീച്ചേട്ടനായിട്ട് ഞാൻ വഴക്ക് കൂടുമ്പോൾ എന്തേലും പറയുമ്പോൾ ചെറുപ്രായത്തിൽ എന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അല്ലാതെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് നല്ലത്. എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം അധികം കിട്ടിയതാണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് നല്ലത്. പിന്നെ നമുക്കുള്ള ദേഷ്യം അതിൽ വീട്ടിലെന്തെങ്കിലും വഴക്കൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർ പോലും കല്യാണം കഴിച്ചിട്ടില്ല, എന്നെ നേരത്തെ കെട്ടിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും. അല്ലാതെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ നല്ല ഹാപ്പിയാണ്. പക്ഷേ കല്യാണം നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ മറ്റേ ലൈഫിലുള്ള കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ പറയുക, അതൊക്കെ പെട്ടെന്ന് അങ്ങ് പോവും. അല്ലാതെ ഈ ലൈഫിൽ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പം അതൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതായത് കല്യാണം കഴിക്കുന്നതാണോ കഴിക്കാത്തതാണോ എന്നല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരാളാണെങ്കിൽ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് എൻജോയ് ചെയ്ത് നടന്ന് അടിച്ചു പൊളിച്ചിട്ട് കല്യാണം കഴിക്കുക കേട്ടോ. ബിഗ് ബാൻ, ഇപ്പോൾ കൂടെ ഇല്ലാത്ത കല്യാണിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാൾ ഈശ്വരൻ തിരികെ തരുമെന്ന് പറഞ്ഞാൽ ആരുടെ പേര് പറയും? ഞാൻ എൻ്റെ അമ്മച്ചിയുടെ പേര് പറയും, എൻ്റെ അച്ഛൻ്റെ അമ്മ. കാരണം എന്താണെന്നറിയാവോ? എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും സങ്കടമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോൾ ചെന്നാലും ആരും കാണാതെ കയ്യിൽ പൈസയൊക്കെ മടക്കി തരുവേ. എന്നും പറഞ്ഞൊക്കെ പൈസ, എനിക്ക് ആ ഒരു ഓർമ്മ എൻ്റെ അമ്മച്ചിയുടെ അടുത്തു നിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. PV സജീവ് കുമാർ ചോദിച്ചിട്ടുണ്ട്, പാഷൻ എന്താണെന്ന്. ഇതൊക്കെ തന്നെയാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെ പാഷൻ. കുറെ തുണി വാങ്ങിക്കുക, കുറെ അടിച്ചു പൊളിച്ച് നടക്കുക, അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക്. ജിസ്ന ചോദിച്ചിട്ടുണ്ട്, വയസ്സ് എത്രയാണ്? ഡേറ്റ് ഓഫ് ബർത്ത് 96 ആണോ 95 ആണോ? സർപ്രൈസ്, ഞാൻ 94 എനിക്ക് 29 വയസ്സുണ്ട് കേട്ടോ. റാണി ജോസഫ്, ചേച്ചിയുടെ ലൈഫിലെ മറക്കാനാവാത്ത ഒരു സംഭവം എൻ്റെ ഡെലിവറി തന്നെയാണ്. കാരണം അയ്യോ, അത് തന്നെയാണ് എൻ്റെ അപ്പുക്കുട്ടനെ ആദ്യമായിട്ട് കണ്ടതാണ് എനിക്ക് മറക്കാനാവാത്ത സംഭവം. എൻ്റെ ഡെലിവറി ആ ഒരു ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാനാവാത്ത സംഭവം കേട്ടോ. നിഹി ചോദിച്ചിട്ടുണ്ട്, മറ്റൊരാളിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ഗുഡ് ക്വാളിറ്റി.
മറ്റൊരാളിൽ നിന്ന് ഉൾക്കൊണ്ട ഗുഡ് ക്വാളിറ്റി. ഞാൻ ആദ്യം പണ്ട് ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോൾ ദൈവമേ ഞാനപ്പോൾ അത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യും. ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ വേറെന്താ, വേറൊന്നുമല്ല. ചൂട് സഹിക്കാൻ വയ്യ, മുടി ഒന്ന് കെട്ടി വെച്ചു കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ഷൈജ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ യൂട്യൂബ് പോകുന്നുണ്ടെന്ന്. യൂട്യൂബ് നന്നായിട്ട് പോകുന്നുണ്ട്. എന്റെ യൂട്യൂബ് എങ്ങനെ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ടല്ലേ. പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ പാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദിച്ച ചോദ്യങ്ങളാട്ടോ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പാഷന്. പിന്നെ എനിക്ക് ഓർണമെന്റ്സ്, ഡ്രസ്സ് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടായതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറൊക്കെ തുടങ്ങുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ഏറ്റവും ഉള്ള ഒരു സ്വപ്നം എന്താണ് നടക്കാനുള്ളത്. എനിക്ക് ഒരുപാട് സ്വപ്നമുണ്ട്, ഒരുപാട് സ്വപ്നം. ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നൊരു ആളാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സ്വപ്നമുണ്ട്. ഞാൻ വെറുതെ കിടക്കുമ്പോഴും എല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ നടന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അഞ്ജു വി നായർ ചോദിച്ചിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയാമോന്ന്. ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയാലോ. എനിക്ക് 10ാം ക്ലാസ്സിലാണ് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് വന്നത്. ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു, റിതം ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ കുറെ വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫ്രണ്ട്സിൽ 6 പേരായിരുന്നു കേട്ടോ. അങ്ങനെ അത് തിരിഞ്ഞ് 3 ആയി. അപ്പൊ ഞാൻ അന്നും ഇന്നും എപ്പോഴും കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ആര്യ തനുജയായിട്ടാണ് കേട്ടോ. പിന്നെ +1 +2 ആണ് എനിക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് വന്നത്, പൂജ. അപ്പൊ ഇപ്പൊ നമ്മള് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ആര്യ തനുജ പൂജ, ഇവര് 3 പേരുമാണ് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. എനിക്ക് ഞാനിനി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും എനിക്ക് ചെന്ന് പറയാം, എടി ഞാനിത് ചെയ്തു, എടി ഞാനിങ്ങനെ കാണിച്ചു, എനിക്ക് പറയാം. അത്രയും അടുപ്പാണ് എനിക്ക് അവരോട്. നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ കേൾക്കും. തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തും എനിക്ക് വിശ്വസിച്ച് പറയാം. എന്തും ഭാര്യയൊക്കെ ജോലിക്ക് കയറി നമ്മൾ എന്നും വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കും. അത്രയൊക്കെ ഉള്ളു കേട്ടോ പറയാന്. കൃഷ്ണ ചോദിച്ചിട്ടുണ്ട് എന്നും രാവിലെ എപ്പോഴാണ് ഉറക്കം എഴുന്നേക്കുന്നതെന്ന്. ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് വയ്യാങ്കിൽ ഞാൻ 10 മണി വരെ കിടന്ന് ഉറങ്ങും. എനിക്ക് വയ്യാങ്കിൽ ഞാൻ ഉറങ്ങും. കാരണം എനിക്ക് കൊച്ചി ഇന്നും 4 മണിക്ക് എഴുന്നേക്കും അങ്ങനെ ഒരു പേരൊന്നും കേൾക്കണമെന്ന് എനിക്കില്ല. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യാങ്കിൽ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങും. എനിക്കതല്ല ഓക്കെ ആണ് എങ്കിൽ ഞാൻ വെളുപ്പിന് 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, എൻ്റെ അടുക്കള ജോലിയെല്ലാം ഒതുക്കും. ഇപ്പം അപ്പുക്കുട്ടന് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ലേറ്റായിട്ടാട്ടോ എഴുന്നേക്കുന്നത്. ഏട്ടന് പോകണമെങ്കിൽ മാത്രമേ ഞാൻ പിന്നെ രാവിലെ എഴുന്നേക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേക്കാറുള്ളത്. അശ്വതി മാരേജ് സ്റ്റോറി പറയൂ. ബ്രാക്കറ്റിൽ പെണ്ണു കാണാൻ വന്നുള്ള കാര്യങ്ങൾ. അതൊക്കെ എൻ്റെ മാത്രം സീക്രട്ടാണ്, ഞാൻ ആരോടും പറയത്തില്ല. ഒരുപാട് നല്ല ഓർമ്മയൊക്കെ ആയിരുന്നു പെണ്ണ് കാണാൻ വന്നതും ഒക്കെ. എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ തോന്നുവാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ റെഡി അല്ല അതിന്. ഞാൻ മുടി കെട്ടി വെക്കുന്നതാണോ അഴിച്ചിടുന്നതാണോ നല്ലതെന്ന് പറയണേ. പ്രായ ചേച്ചി എന്താ സംടൈംസ് അതർ സൗണ്ടിൽ വീഡിയോ ചെയ്യുന്നത്, റിയലി ഇൻസ്പയർഡ് യുവർ സൗണ്ട്. ഞാൻ എന്താ സൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ ഞാൻ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ അലറി വിളിച്ചെനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു കാമായിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ടൊക്കെ സംസാരിക്കണം. അപ്പം ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് എൻ്റെ കലാകാരിയെ പുറത്തിറങ്ങുന്നതാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. പക്ഷെ അടുക്കളയിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴും കുറച്ച് പതുക്കെ സംസാരിക്കേണ്ടടുത്ത് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്, അല്ല ഒന്നുമില്ല കേട്ടോ. ശരണ ചോദിച്ചിട്ടുണ്ട് ഏജ് എത്രയാണ്, ഭർത്താവിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ഇഷ്ടമല്ലേ ചേച്ചി? സൂപ്പറാണ്. എടാ മക്കളെ, ഏജ് എനിക്ക് 29. ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ വെഡിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്ക്. ഞാൻ വെഡിങ് വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഏട്ടനെ ഞാൻ മുഖമൊന്നും മറച്ചിട്ടില്ല. പിന്നെ ഏട്ടനല്ലാതെ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാണിക്കുക. ഡാഡിയുടെ അഭിപ്രായത്തിൽ ഒരു നല്ല ദാമ്പത്യത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് അപർണ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഭർത്താവ് ഇച്ചിരി എന്താ പറയുന്നത്, അധികം അങ്ങനെ സംസാരിക്കാത്ത, കുറച്ച് നാണമൊക്കെ ഉള്ള ആളാണെങ്കിൽ
തുള്ളിച്ചാടി നടക്കുന്നവർക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ ആയിരിക്കും അടിപൊളി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് ഇടി അടങ്ങടി. ഇപ്പൊ സീച്ചറിനെ ഞാനിങ്ങനെ തുള്ളിച്ചാടി നടക്കുമല്ലോ, അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോഴോ ഇങ്ങനെ ബഹളം വെച്ച് കിടക്കുമ്പോഴോ എനിക്ക് എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടാ എനിക്ക് കൈ അടിച്ച് ഡാൻസ് ഒക്കെ കളിക്കണം. അപ്പൊ സീച്ചറിന് എങ്ങനെയാണെന്നറിയോ, ഇടി അടങ്ങടി, അയ്യോ ആൾക്കാർ നോക്കുന്നടി അടങ്ങടി ഇങ്ങനെ പറയും. എനിക്ക് അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. രണ്ടുപേരും രണ്ട് ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ അല്ലേ. നമ്മളൊരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് നല്ല പോലെ സിങ്ക് ആയിട്ട് വരും കേട്ടോ. ആദ്യം ചിലപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സെറ്റായിട്ട് വരും. പിന്നെ മാക്സിമം അച്ഛനെയും അമ്മയൊന്നും നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരിപ്പിക്കുക. മീൻസ് നിങ്ങളുടെ ഇടയിൽ ഒരു തർക്കമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വിളിച്ച് പറയുക. ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ വിളിച്ച് പറയുക. അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുക. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് പറഞ്ഞു തീർക്കുക. കാരണം മൂന്നാമതൊരാളെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ കയറ്റരുത്. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് കല്യാണം. ഞാനിപ്പോൾ കൊമ്പത്താണ്, നീ അങ്ങനെ എൻ്റെ അടിമയാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അറിയാവുന്ന രീതിയിലാട്ടോ പറഞ്ഞു തരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പോൾ ഈ 6 വർഷത്തിനിടയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, സംസാരിക്കുക, അതൊക്കെ തന്നെയാണ് കേട്ടോ. ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു BSc കമ്പ്യൂട്ടർ സയൻസ്, ഗവൺമെന്റ് ജോബിന് ഇൻട്രസ്റ്റ് ഇല്ലേ, ട്രൈ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്റെ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു എനിക്ക് എന്നെ ഗവൺമെന്റ് ജോലിയിൽ കയറ്റണമെന്ന്. പക്ഷെ ഞാൻ എങ്ങനെ കയറാനാ കൊച്ചേ? ഞാൻ പഠിക്കത്തില്ലെന്ന് വെച്ചോണ്ടല്ലോ, ഞാൻ പഠിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ എന്നെ പറയുന്നത് ഞാൻ പാച്ചാൻ പോകുന്ന സ്കൂളിലെന്നാ. സത്യം, ഞാൻ പഠിക്കാനൊന്നും പോയതല്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇത് കാണിപ്പൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്ക് പഠിച്ചു ഇത്രയും റാങ്ക് വാങ്ങിക്കണം, എനിക്കിങ്ങനെ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. പിന്നെ ഈ വിക്രമാദിത്യൻ ആ സിനിമയൊക്കെ ഇല്ലേ, ആ സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വരും. എനിക്കും ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് സർപ്രൈസ് ആയിട്ട് IPS ആയിട്ട് കൊണ്ട് കാണിക്കണമെന്നൊക്കെ തോന്നും. വല്ലതും നടക്കുമോ? അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഗവൺമെന്റ് ജോലി വേണമെന്ന്. സാഹിത്യ ചോദിച്ചിട്ടുണ്ട്, എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഫ്രീ ആവുന്നത് ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോഴാണ്. എൻ്റെ പൊന്നു മോളെ സന്തോഷം. ഒരു പക്ഷേ ചേച്ചിയെ പോലെ ഞാനും ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനൊരു ലൈഫ് കിട്ടിയാൽ പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ലവ് യു സോ മച്ച്. ലിവ് ലോങ് ഹാപ്പിലി. എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ. ക്വസ്റ്റ്യൻ, ലൈഫിൽ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്തത്? ലൈഫിൽ താങ്ക് യു മോളെ, ഒത്തിരി താങ്ക് യു. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കാണുന്നത് ഞാൻ കളിച്ച് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. ഞാൻ കരഞ്ഞ് തളർന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത നാളുകളുണ്ട് എൻ്റെ ഡെലിവറി ടൈമിൽ. ഞാൻ ഡിപ്രഷൻ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വരെ പോയിട്ടുണ്ട്. അത്രയും എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, എനിക്കിനി ഒന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എനിക്കറിയത്തില്ല. ഞാൻ അത്രയും വലിയ സങ്കടത്തിലൂടെ ഒക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് അപ്പം തോന്നും, കഴിഞ്ഞു, നമ്മുടെ ലൈഫ് തീർന്നു, ഇനി നമുക്കൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഡിപ്രഷന് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാം റെഡിയാവും കുഞ്ഞൊന്ന് വളർന്നു കഴിയുമ്പോൾ. കാരണം എന്താണെന്ന് അറിയാം, അവിടെ ഞാനിതിന്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവേ. ഒരുപാട് പേർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കര ഡിപ്രഷനൊക്കെ ഉണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഡെലിവറിക്ക് മുമ്പ് നമ്മൾ പാറിപ്പറന്ന് നടക്കുക, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പുറങ്ങാം, നമ്മുടെ കാര്യം തന്നെ. പക്ഷെ നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ഇഷ്ടമില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉറക്കത്തിന്റെ, ഈ ബിഗ് ബോസിലെ പറയുന്ന പോലെ നമ്മുടെ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ മാറും, നമ്മുടെ ഫുഡ് മാറും, നമ്മുടെ പ്രയോറിറ്റി മാറും, എല്ലാം മാറും. അവിടെ നമ്മളോടുള്ള ആൾക്കാരുടെ പ്രയോറിറ്റി മാറി നമ്മുടെ കുഞ്ഞിനോടാവും. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കൊരു വല്ലാത്ത അനുഭവമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷെ ഡെലിവറി കഴിഞ്ഞാണ് നമുക്ക് ആ കെയറും കാര്യമൊക്കെ കിട്ടേണ്ടത്, സത്യമായിട്ടും കിട്ടേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. എനിക്കറിയത്തില്ല, ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും പേടി അതാണ്. എനിക്ക് പ്രസവിക്കാൻ പേടിയില്ല, എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ എനിക്കിപ്പോൾ ഡെലിവറിയെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും അത്ര ടെൻഷനില്ല. അതിപ്പോൾ അത്ര ടൈമിലെ പെയിനൊക്കെ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിക്ക് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഇപ്പോൾ ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഓർത്തോ, ഇത് ഈ ഒരു ടൈമിലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അടിപൊളിയാവും, ഇതെല്ലാം മാറും. വിശ്വസിച്ചോ, അതിന് ഏറ്റവും ഉദാഹരണം ഞാനാണ്.
മിശ്രി ടിപ്സ് ചോദിച്ചിട്ടുണ്ട്, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ എന്ന്. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി, പക്ഷെ എനിക്ക് മൈഗ്രെയിൻ്റെ ആ ഒരു ഓവറായിട്ട് ഞാൻ ഫോണിൽ നോക്കുവാണെങ്കിൽ എനിക്കത് തലവേദന എടുക്കാൻ തുടങ്ങും. ഇവിടുന്ന് ഒരു വര ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും. എന്ത് സുഖമാണെന്നറിയാവോ. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് നോക്കത്തില്ല, ഫോൺ ഇച്ചിരി ഇങ്ങനെ ദൂരെ വെച്ചിട്ടേ നോക്കത്തുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് കമന്റ്സിന് റിപ്ലൈ തരാത്തത്. പക്ഷെ ഞാൻ ഈ കമന്റ്സ് എല്ലാം എനിക്ക് അമ്മ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യും, അമ്മ വിളിച്ചു പറയുകയൊക്കെ ചെയ്യും, ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി നേരം ഫോണിൽ നോക്കിയിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് റിപ്ലൈ തരാത്തത്. കാണുന്നതെല്ലാം ഞാൻ വായിച്ചിട്ട് ലൈക്ക് ചെയ്ത് വിടുന്നത്. അമൃത മരിയ, കല്യാണി എന്താ പഠിച്ചത്? BSc കമ്പ്യൂട്ടർ സയൻസ്. ഹസ്ബൻഡ് എന്താ? ഇത് അമൃത മരിയ. ഇതിൽ കുറെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ഉള്ളത് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. എങ്ങനെ തുള്ളിച്ചാടി നടക്കാൻ സാധിക്കുന്നു? എടാ, ഞാൻ തുള്ളിച്ചാടി നടക്കുന്നത് ഞാൻ ഇപ്പോഴും വളർന്നിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് 29 വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയ്യോ, അടുത്ത വർഷം 30 ആവുമല്ലോ. അപ്പൊ അടുത്ത വർഷമല്ല, ഈ വർഷം അവസാനം എനിക്ക് 30 വയസ്സാവും. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും എനിക്ക് കഴിഞ്ഞ വർഷം 29 വയസ്സായിരുന്നു. ഞാൻ 30 വയസ്സാന്ന് പറയൂല, എനിക്ക് സങ്കടമാണ്. വീട്ടിലെ ജോലി മുഴുവൻ പ്ലാനിങ്ങോടെയാണോ ചെയ്യുന്നത്? ആണ്, പ്ലാനിങ്ങോടെയാണ് ചെയ്യുന്നത്. ചില സമയത്ത് പ്ലാനിങ് ഒന്നുമില്ല, എനിക്ക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുമല്ലോ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ആലോചിക്കും എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒന്ന് ചിന്തിക്കാറുണ്ട്. 5, എങ്ങനെ സാധിക്കുന്നു ഇതെല്ലാം കൂടെ? അതെന്നോട് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. നമുക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. സത്യമാണ് ഞാൻ പറയുന്നത്. അയ്യോ, ഇത്രയും ചെയ്യാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത്രയല്ലേ ഉള്ളൂ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഓരോ എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി നോക്കിയേ, നമുക്ക് ചെയ്തു തരാൻ വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി ചെയ്യടാ മുത്തേ. അങ്ങനെ ചിന്തിച്ചു നോക്ക് കേട്ടോ. ദേവിക ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചോദ്യങ്ങൾ ഞാൻ വായിക്കത്തില്ല കേട്ടോ. താങ്ക് യു ദേവിക ചേച്ചി. ആദ്യം തന്നെ പറയാമല്ലോ, ഞാനൊരു വലിയ ഫാനാണ്. കല്ലു ചേച്ചി എന്റെ ചോദ്യത്തിന് ഉത്തരം തരാമോ? എന്റെ പേര് വേദിക. 1, കല്യാണം കുറച്ച് നേരത്തെ ആയി പോയി എന്ന് തോന്നാറുണ്ടോ? റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ. കല്യാണം കുറച്ച് നേരത്തെ ആയി പോയെന്ന് എനിക്ക് വഴക്ക് കൂടുമ്പോൾ, ഞങ്ങൾ തമ്മിൽ തർക്കിക്കുമ്പോൾ തോന്നാറുണ്ട്. അതായത് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കെട്ടണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരും കെട്ടിയിട്ടില്ല, നേരത്തെ ആയിപ്പോയി കല്യാണം. സ്വാഭാവികമായിട്ട് ഇനി ആരെന്തൊക്കെ കള്ളം പറഞ്ഞാലും അത് എല്ലാവർക്കും തോന്നും കേട്ടോ. അതങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ അത് അപ്പോഴത്തേക്ക് മാത്രമേ തോന്നത്തുള്ളൂ. 2, ശ്രുതി ചേച്ചിയുടെ ഹസ് എവിടെയാണെന്ന് കാര്യം പറയാമോ? ശ്രുതി ചേച്ചിയുടെ കാര്യം, ശ്രുതി ചേച്ചിയുടെ പ്രൈവസിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എന്നോടൊരു കാര്യം പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ലടാ കൺമണി. 3, കല്യാണശേഷം എല്ലാവർക്കും സ്വന്തം വീട് മിസ് ചെയ്യും. അതോടൊപ്പം ചിലർ ഭർത്താവിന്റെ വീട് ഒരു കംഫേർട്ടായി ആദ്യം ഒന്നും തോന്നണം എന്നില്ല. അപ്പോ എങ്ങനെ തോന്നിയ നിമിഷം? നമ്മൾ എത്ര അടുപ്പം ഉണ്ടെങ്കിലും നമുക്ക് ഹസ്ബൻഡിന്റെ വീട് കംഫർട്ടായിട്ട് തോന്നുന്നത്, അതിപ്പോ ഞാൻ ഉദാഹരണം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മളിപ്പോ പുതിയൊരു വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് എങ്ങനെയാ കഴിക്കുക? ഇങ്ങനെ ഭയങ്കര ഫോർമാലിറ്റിയില്ല. ആ ഫോർമാലിറ്റി മാറി നമ്മൾ എപ്പം നമ്മുടെ വീട്ടിലെ പോലെ കുഴച്ചങ്ങോട്ട് തിന്നുന്നോ, അങ്ങനെ ഓരോ കാര്യത്തിനും ആ ഒരു മാറ്റം എല്ലാത്തിലും വരുന്നോ, അവിടെയാണ് നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും. നമുക്കത് ഹായ് എന്റെ ചക്കര ഉറക്കം എഴുന്നേറ്റോ? അയ്യോ, എന്നിട്ട് മോളിൽ അമ്മയുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? കേട്ടോ? അപ്പൊ കുട്ടൻ ഉറക്കം എണീറ്റു. അതാണ് നമ്മുടെ കംഫോർട്ട് സോൺ മാറുന്ന സമയം. അപ്പുക്കുട്ടനെ അച്ഛന്റെ വീട്ടിലാണോ അമ്മയുടെ വീട്ടിലാണോ നിൽക്കാൻ ഇഷ്ടം, അതോ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിലാണോ? അപ്പുക്കുട്ടന് ഞങ്ങൾ എവിടെയാണോ അവിടെ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒറ്റയ്ക്ക് മാറി നിൽക്കത്തില്ല, എവിടെയും നിൽക്കത്തില്ല. അമ്മയുടെ കൂടെയും ചീച്ചാന്റെ വീട്ടിലും അടുത്ത് നിൽക്കത്തില്ല. പിന്നെ ഇപ്പം ഞാൻ അന്ന് തുണി എടുക്കാൻ പോയപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിന്നു കേട്ടോ. അവൻ ഓക്കെ ആയിട്ട് നിന്നു, എന്നെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാതെ അവൻ ഓക്കെ ആയിട്ട് നിന്നു. അല്ലാതെ ഞങ്ങൾ അപ്പുക്കുട്ടനെ എങ്ങും മാറ്റി നിർത്തിയിട്ടില്ല, മാറ്റി നിർത്തുകയില്ല. അന്ന് ഒരുപാട് പേര് കുറച്ച് നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു, എന്താ കൊച്ചിനെ കൊണ്ടുവന്നു. ഒന്നാമതെ പാലക്കാട്ടെ ചൂട് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല അപ്പുക്കുട്ടൻ ഒരുപാട് ചൂട് വന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കര അസ്വസ്ഥമായിട്ട് ദേഷ്യപ്പെടാനല്ല, ഇങ്ങനെ ഭയങ്കര നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് നടക്കണം, ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കും. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നത്. അവനിവിടെ അമ്മയുടെ കൂടെ സേഫ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നിൽക്കുമല്ലോ, അതുകൊണ്ടാട്ടോ അന്ന് കൊണ്ടുവന്നത്. പച്ചലേസ് ഒന്നും കഴിച്ചൂടാ, എന്നിട്ട് അമ്മ പച്ചലേസ് വാങ്ങി തന്നില്ലെന്ന്.
കല്ലു ചേച്ചിയുടെ ഇതുവരെയുള്ള ലൈഫിൽ എപ്പോഴെങ്കിലും ബാഡ് ടച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാമോ? ബാഡ് ടച്ച് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാം. എനിക്കും ബാഡ് ടച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം കേട്ടോ. ഇപ്പൊ ഒരാൾ വന്ന് നമ്മളെ ഹഗ് ചെയ്താലും നമുക്കൊന്നും തോന്നത്തില്ല. പക്ഷെ മറ്റൊരു രീതിയിൽ ഹഗ് ചെയ്യുകയോ നമ്മളെ തൊടുകയോ ചെയ്താൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ എനിക്കിപ്പോൾ അത്രയും തൻ്റെ ഇടം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ തന്നെ ഇടാം കേട്ടോ. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. അടുത്തത് സന്തോഷ്. കല്യാണത്തിന് മുന്നേ ഉള്ള ജീവിതമാണോ ശേഷമുള്ള ജീവിതമാണോ ബെറ്റർ? കല്യാണത്തിന് ശേഷം, ഉറപ്പായിട്ടും ശേഷം. കല്യാണത്തിന് മുന്നേ ഉള്ള ജീവിതം നമുക്ക് കുറെ കാര്യത്തിനൊക്കെ നമുക്ക് അത് അടിപൊളിയാണെങ്കിൽ കുറെ കാര്യത്തിനൊക്കെ നമുക്ക് ഇത് അടിപൊളിയാണ്. എന്തോ എല്ലാം കൊണ്ട് നോക്കുമ്പോഴും എനിക്ക് കല്യാണത്തിന് ശേഷമാണ് ഇഷ്ടം. കാരണം ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ടുള്ളൂ. നമ്മളെങ്ങും അങ്ങനെ കറങ്ങാനൊന്നും പോവോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ കല്യാണത്തിന് ശേഷം ടീച്ചർ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും, വാങ്ങിത്തരും. ഭയങ്കര കുറച്ചുകൂടെ ഒക്കെ ഞാൻ മോഡേൺ ആയി, ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ തുടങ്ങി. കുറച്ചുകൂടെ ഒക്കെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് കല്യാണത്തിന് ശേഷമാണ്. നല്ലതായിട്ട് അടിപൊളി. എനിക്ക് കല്യാണത്തിന് ശേഷം തന്നെയാണ് ഇഷ്ടം. ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് പീരീഡ് ആയത് എനിക്ക് 6th-ലോ 7th-ലോ അങ്ങാണ്ട് പഠിക്കുമ്പോഴാണ്. എനിക്ക് പേടിയോ അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞു തരും, അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. അത് കുറച്ച് പറയാനുണ്ട്, ഒരു കഥയാട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. സജിറ ചോദിച്ചിട്ടുണ്ട്, കല്യാണിയുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്, പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. ഹായ് കുട്ടികളെ എന്ന് പറയാനാണ് കേൾക്കാൻ ഇഷ്ടം. കൊല്ലം എവിടെയാണ്? പുനലൂറാണോ? എൻ്റെ അനിയത്തി നാട് കൊല്ലത്ത്. നമ്മള് കൊട്ടിയത്താണ് കേട്ടോ, പുനലൂരല്ല. ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് പുനലൂരോട്ട്. പിന്നെ ഹായ് കുട്ടികളെ. അതുകൊണ്ട് എനിക്ക് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ കുക്കിംഗ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടാണ് കുറച്ച് മുതിർന്നവരൊക്കെ കയറിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ഞാൻ തിയേറ്ററിലൊക്കെ പോയാലും ഉണ്ടല്ലോ, ഈ കുഞ്ഞു പിള്ളേർ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കും, റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. മീഷോ ചേച്ചി 10ൽ എത്ര A+ ഉണ്ടായിരുന്നു? ഞാനും 10 സ്റ്റുഡന്റ് ആണ്. റിസൾട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാ. ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇപ്പം A+ ഒക്കെ കിട്ടത്തില്ലേ? എനിക്ക് 10ൽ 2 A+, 7 B, 1, 3, 5 B+. അല്ല, എനിക്ക് 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടെന്നല്ലേ? 2 A+, 1 A. അല്ല, നിക്ക് ഇപ്പൊ പറയാം. 2 A+, 1 A, 1, 2, 3, 4, 5, 5 B+, 1 B, 1 D മാത്സിന്. അയ്യോ, പാസ്സായല്ലോ എന്ന് എനിക്ക് സന്തോഷമായിരുന്നു. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നതൊന്നും. വിസ്മയ വ്ളോഗ്സ് സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, നന്നായിട്ട് ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ പഴയ വീഡിയോസിൽ കാണുമ്പോൾ ഞാൻ നല്ല ടാൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് കൈയാട്ടോ, കൈ നല്ല ടാൻ ആയിട്ടിരിക്കുക, ഭയങ്കര ഇതായിട്ടിരിക്കുക. മുഖത്തിനെ വെച്ച് നോക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നു നിറക്കുറവ്. അപ്പൊ കൈയാണ് ഇപ്പൊ ഞാൻ വന്ന ടാനൊക്കെ പോവാൻ വേണ്ടിയിട്ട് എല്ലാ ഹോം റെമഡിയും ഞാൻ ട്രൈ ചെയ്യും. പിന്നെ ഈ കൊളാബ് വരുന്ന സാധനങ്ങളെല്ലാം അടിച്ച് തേച്ചു കൊടുക്കും. അങ്ങനെ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. പിന്നെ അലോവേര ഞാൻ ഒഴിവാക്കാറേ ഇല്ല. ലാസോ പാൻസ് എവിടുന്നാ വാങ്ങുന്നത്? ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങുന്നത്. അതിന്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ശിവപ്രിയ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് മന്ത് മാരേജ് ആണ് ചേച്ചി, അതുകൊണ്ട് ചോദിക്കുകയാണ്. മോളെ, മാരേജ് ആവുമ്പോൾ ആദ്യം എപ്പോഴും മനസ്സിലൊരു കാര്യം ഓർമ്മയിരിക്കുക, നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ലൈഫ് ആയിരിക്കത്തില്ല മാരേജ് കഴിഞ്ഞ്, അത് വേറൊരു ലൈഫായിരിക്കും. അവിടെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം വരും. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പിന്നെ ഒരുപാട് പുതുമ കാണും കേട്ടോ, നമുക്ക് കുറെ എക്സൈറ്റ്മെന്റും പുതുമയൊക്കെ കാണും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊണ്ടു കിടക്കത്തില്ല, ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അങ്ങോട്ട് ഇടത്തില്ലേ? പക്ഷെ അങ്ങനെ ഇടരുത്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടു കിടക്കുക, ടേക്ക് കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, സ്വാഭാവികമാണ് നമ്മളെ ഒരിടത്തുനിന്ന് പറിച്ച് മാറ്റി നടുമ്പോൾ, നമുക്ക് ഇപ്പൊ ഒരു ചെടി പറിച്ച് മാറ്റി നടുമ്പോൾ 2-3 ദിവസം അതിനൊരു വാട്ടം കാണും. പിന്നെ വെള്ളം ഒഴിച്ചൊക്കെ കഴിയുമ്പോൾ അത് നന്നായിട്ട് വളർന്നു വരും. പക്ഷെ വെള്ളം ഒഴിക്കാൻ ആ വീട്ടുകാർ റെഡി ആയിരിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് ആ വീട്ടുമായിട്ട് നല്ല പോലെ കുറെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് തുടങ്ങുക. പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് ഒട്ടും അവിടെ ഹാപ്പി ആവുന്നില്ലെങ്കിൽ, മിന്നു പൊന്നു ചോദിച്ചിട്ടുണ്ട്, കല്ലൂസെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോ എന്തെങ്കിലും വിഷമം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ?
എങ്ങനെയാണ് എല്ലാ സിറ്റുവേഷനിലും പൊരുത്തപ്പെടാൻ പറ്റുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ജോബ് വേണമെന്ന് തോന്നിയിട്ടില്ലേ? മുൻപ് പറഞ്ഞത് ഓർമ്മയുണ്ട്, ബട്ട് എന്നാലും എപ്പോഴും ആ സ്റ്റാൻഡ് തന്നെയാണോ? എന്താ കല്ലൂസെ ഇഷ്ടമല്ലാത്ത, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം? ഐ മീൻ കള്ളം കാണിക്കുന്ന അങ്ങനെ. ഹസ്ബൻഡിന്റെ വീട്ടില് പോയപ്പോ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് അവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും, അവരുടെ ഭാഗത്തുനിന്ന് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ പൊക്കി പിടിച്ചിട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. രണ്ടുപേരുടെയും ഭാഗത്തുനിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കോ, അത് മുട്ടം കാര്യങ്ങളൊന്നും അല്ല, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പൊ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയോടും വഴക്കിട്ടു, മിണ്ടാതിരുന്നു നമ്മൾ എത്ര നാൾ മിണ്ടാതിരിക്കും? അങ്ങനൊന്നും ഇല്ല. ഇച്ചിരി നേരം വഴക്കിട്ട് പിണങ്ങിയിരുന്നിട്ട് നമ്മൾ പോയി അമ്മയെ ചോറുതാന്നും പറഞ്ഞ് മിണ്ടത്തില്ലേ? അതുപോലെ തന്നെയുള്ളൂ. എനിക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പിണങ്ങിയിട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. അമ്മ എൻ്റെ അടുത്തും പിണങ്ങിയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പം കുഞ്ഞൊരു കാര്യമായിരിക്കും, ഇച്ചിരി ഉള്ളൊരു കാര്യമായിരിക്കും. അതൊന്നും പറയാൻ വേണ്ടി മാത്രമൊന്നും ഒന്നുമില്ല കേട്ടോ നമുക്ക്. പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജോബ് വേണമെന്ന് തോന്നിയിട്ടില്ല. ജോബ് വേണമെന്നൊക്കെ ഇടയ്ക്കൊക്കെ തോന്നും, ചേച്ചിയായിട്ടുമായിട്ട് എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ. അല്ലാതെ എനിക്ക് റിയാലിറ്റിയിൽ എനിക്ക് ജോബിന് പോകണമെന്നൊന്നും ആഗ്രഹമില്ല. കല്ലൂസിന് ഇഷ്ടമല്ലാത്ത, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അത് കുറേ കാര്യങ്ങളുണ്ട്. അനസ്യ, ഹായ്, വെക്കേഷൻ ആയില്ലേ? വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഈ നിമിഷം വരെ ഒന്നുമില്ല. പൂർണിമ, ആഫ്റ്റർ മാരേജ് എങ്ങനെയാ? നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഫ്റ്റർ മാരേജ്. ബിജി ചോദിച്ചിട്ടുണ്ട്, കല്ലു ചേച്ചി ആഗ്രഹിച്ച ലൈഫാണോ കിട്ടിയത്? അതെ, കാരണം നിങ്ങൾക്ക് അറിയാമോ, ഞാൻ പണ്ട് എന്റെ വീട് അങ്ങ് അകത്തോട്ടല്ലേ, നമുക്ക് നെയ്ബേഴ്സും കാര്യങ്ങളൊക്കെ കുറവല്ലേ, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടല്ലേ നെയ്ബേഴ്സ് ഒക്കെ വരത്തുള്ളൂ. അപ്പൊ എന്റെ ആഗ്രഹമായിരുന്നു പണ്ട് മോഹൻലാലിന്റെ സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ അപ്പുറത്തപ്പുറത്ത് വീട്, എന്നിട്ട് മതിലിനപ്പുറത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അവിടെ പോകണം, മിണ്ടണം, കളിക്കണം. ആ ഒരു ലൈഫ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗേറ്റിനടുത്ത് നിന്ന് ടാറ്റ കൊടുക്കണം, എൻ്റെ ചക്കര കുഞ്ഞ്, എൻ്റെ ഏട്ടൻ, അടുത്തടുത്ത് നല്ല നെയ്ബേഴ്സ്, ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അത് തന്നെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയത്. ഇത് ഇന്ന് നിലനിൽക്കണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ. ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരുപാട്. ജാനു, എന്റെ പ്ലേസ് കൊല്ലംകാരുടെ സംസാരമാണ് മക്കളെ ഇത്. പണ്ടുണ്ടല്ലോ എനിക്ക് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ എല്ലാവരും സംസാരിക്കുന്നത് എന്തപ്പോ കാണിക്കുക, ഈ ഒരു രീതിയിലാട്ടോ സംസാരിക്കുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് എന്റെ ഇത് ഇഷ്ടമല്ലായിരുന്നു. ഈ യൂട്യൂബ് തുടങ്ങിയ പിന്നാണ് എല്ലാവരും എൻ്റെ സംസാരം നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും നാളും സത്യമായിട്ട് ഞാൻ ഈ സംസാരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ശ്രേയ, മാരേജ് ലൈഫിൽ ട്രസ്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് പറയാവോ? എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അതെനിക്ക് അറിയില്ല എങ്ങനെ മാറ്റണമെന്ന്. പ്ലീസ് റിപ്ലൈ. മോക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് അത് നമുക്കിങ്ങനെ ആ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നത്. അത് സ്വാഭാവികമാണ്, അത് മാറാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ വിശ്വസിക്കുക, സ്നേഹിക്കുക, എല്ലാം മറന്ന് സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന പല സെലിബ്രിറ്റീസിന്റെ ലൈഫിലാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പുറമേ വന്നിരുന്ന എല്ലാവരും എന്താ പറയുക, എൻ്റെ ഏട്ടൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ ഇത്, അങ്ങനെയല്ലേ പറയുള്ളൂ. എല്ലാ ലൈഫിലും എല്ലാവർക്കും ഉണ്ടത്. നമ്മൾ അതൊക്കെ മാറുകടാ. ഇത് നമ്മൾ വിശ്വസിക്കുക, സ്നേഹിക്കുക ഉണ്ട്. എന്തോ ട്രസ്റ്റ് ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടായോണ്ടായിരിക്കാം അത് പിന്നെയും ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും. പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ. ഞാൻ വേറെ ആരോടും ഷെയർ ചെയ്യില്ല. എനിക്കറിയാവുന്ന സജഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ശ്രേയ. ഡ്രസ്സൊക്കെ എവിടുന്നാ പർച്ചേസ് ചെയ്യുന്നത്? വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ക്യാമറയ്ക്ക് ഫ്രണ്ടിലായോണ്ടാണോ ഇത്ര സൂപ്പർ ആകുന്നത്? അല്ലടാ, ഞാൻ മീഷോയിൽ നിന്നാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 6-7 എണ്ണമൊക്കെ കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നല്ല രസമായിരിക്കും, പെട്ടെന്ന് കഴുകാൻ, പെട്ടെന്ന് ഉണങ്ങും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇപ്പൊ വീട്ടിൽ കൂടുതൽ ഇടാൻ കാരണം ഇതിന്റെയൊക്കെ കളറ് പോയി തുടങ്ങി. അപ്പൊ പിന്നെ നേരിട്ട് കാണുമ്പം കുറച്ച് കളറൊക്കെ പോയി തുടങ്ങി. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വീട്ടിലിടുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അട്ടക്കുറയായിട്ട് നിൽക്കാറുണ്ട്. അതൊന്നും അത്ര വലിയ തെറ്റായിട്ടും എനിക്ക് തോന്നാറില്ല. പക്ഷെ നന്നായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം. വിചിത്ര, ചേച്ചിക്ക് ലൈഫിൽ എന്താവണം എന്നായിരുന്നു ആഗ്രഹം? ഇതൊക്കെ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല.
അതിവിനയ ചോദിച്ചിട്ടുണ്ട് നാടൻ ലുക്കിൽ നിന്ന് എങ്ങനെ എത്ര മോഡേൺ ലുക്ക് ആയെന്ന്. ഞാൻ നാടൻ ലുക്കൊന്നും അല്ലായിരുന്നടാ, എന്റെ മനസ്സ് എപ്പോഴും മോഡേൺ ലുക്ക് തന്നെ ആയിരുന്നു. പക്ഷെ അച്ഛന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് അതൊക്കെ ഒന്ന് സെറ്റ് ആയത്. ഞാൻ അന്നും കുഴപ്പമില്ലായിരുന്നു, ഞാൻ നല്ല ഇതിൽ തന്നെ. പിന്നെ ലിപ്സ്റ്റിക് ഇടത്തില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അത് പിന്നെ കല്യാണ ശേഷം ഇടാൻ തുടങ്ങി. കല്യാണ ശേഷം ഇടാൻ തുടങ്ങിയത് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടൊന്നും അല്ല, മൂന്ന് വർഷം എടുത്തു അതൊന്ന് ഇടാൻ തുടങ്ങിയിട്ട്. ഇടും തുടയ്ക്കും. അതെനിക്കൊന്ന് കംഫർട്ട് ആയത് 3 വർഷത്തിന് ശേഷം പതുക്കെ സമയം എടുത്തിട്ടാട്ടോ അതൊന്ന് സെറ്റായിട്ട് വന്നത്. എന്റെ മനസ്സ് അന്നും ഇന്നും എപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ അന്ന് അച്ഛന്റെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഹായ് കല്ലു ചേച്ചി, കല്യാണി ചേച്ചിക്ക് മോഡേൺ ഡ്രസ് ഇടാനാണോ നാടൻ ഡ്രസ് ഇടാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട് അമൃത. മോളെ എനിക്ക് രണ്ടും ഇഷ്ടമാണ്, അതെല്ലാം ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാൻ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ മോഡേൺ ഡ്രസ് ഇട്ട് പോവും, ഞാൻ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നാടൻ ഡ്രസ് ഇടും. പിന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ പോവുകയാണെങ്കിൽ ലൂസായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ചുരിദാർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തിടും. അതെല്ലാം ഡിപ്പെൻസ് ആണ്, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ചേച്ചി കൊല്ലത്ത് എവിടെയാ? കൊട്ടിയം. എടക്കാട് കൊല്ലത്ത് തന്നെയാണ്, പക്ഷെ തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയാണ്. നമ്മൾ ആ കൊല്ലത്തിന്റെ ബോർഡറിലാണ്, തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയാണ്. ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്നാണ് കിട്ടിയത്? സാധിക. ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ആദ്യം ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തപ്പോൾ എനിക്ക് ഫെയിൽ ആയിപ്പോയി. പിന്നെ ഞാൻ ഷമീർ എന്ന് പറയുന്ന ഒരു ചേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് എനിക്കൊരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വന്നത്. അത് 8,000 സംതിങ് രൂപയായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫുൾ നെയിം എന്താണ്? സിജു ഹരിചന്ദ്രൻ. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇടിയപ്പവും വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനോട് എടുത്തു തരും, ഓടിച്ചില്ല. ഉണ്ണിക്കുട്ടൻ, കല്യാണി വീട്ടിൽ ഹെയർ കളർ ചെയ്തപ്പോൾ അതിനുശേഷം ഹെയർ ഫാൾ ഉണ്ടായോ? ഹെയർ കളറിന് ഉപയോഗിക്കുന്ന ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഏതാണ്? ഹെയർ ഫുൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? കല്യാണിയുടെ വീഡിയോസിലെല്ലാം പൊളിയാണ്. പിന്നെ വീട്ടിൽ കളർ ചെയ്യുന്നത് നല്ലതാണോ? അതും കൂടെ പറയണേ. ഞാൻ കല്യാണ ടൈം തൊട്ട് ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. ഹെയർ നമ്മുടെ മുടിക്ക് നല്ലതല്ല, ഹെയർ ഡ്രൈ ആക്കും. പിന്നെ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ബ്ലീച്ച് ഇല്ലാതെ ചെയ്യുക. ഇപ്പൊ ഞാൻ വീട്ടില് ബ്ലീച്ച് ഇട്ടാണ് ചെയ്തത്, പക്ഷെ അത് കണ്ടോ ഇവിടെ ഒന്നും ഇല്ല. ഹെയറിന്റെ ടിപ്പിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബ്ലീച്ച് ഇട്ട് ഹെയറിന്റെ ടിപ്പിൽ ചെയ്തോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് മറ്റേ ഇങ്ങനെ ഷാമ്പു കിട്ടും, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി കളേർഡ് ഹെയർ ഷാമ്പൂ എന്ന്. അപ്പം കുറേ വരും. അതിന്റെ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. ഷമീർ, ഒരു കുടുംബജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായം? ഞാനതിൽ ജീവിക്കുകയല്ലേ, എന്റെ വീഡിയോസ് കാണുകയല്ലേ, ഇതിൽ കൂടുതൽ എന്ത് അഭിപ്രായം ഞാൻ പറയണ്ടേ? റോഷ്ന, ഹായ് ചേച്ചി, എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. ചേച്ചി എന്താ കുറെ ദിവസം ഷോർട്സിൽ ഹലോ കുട്ടികളെ എന്ന് വിളിച്ചോണ്ട് തുടങ്ങാത്തത്? വല്ലാണ്ട് മിസ് ചെയ്തു. ഇടയ്ക്ക് മറന്നു പോന്നെയാടാ, സോറിയടാ, ഇടയ്ക്ക് ഞാനങ്ങ് മറന്നു പോകും. അപ്പൊ ഞാൻ പറഞ്ഞങ്ങ് തുടങ്ങുന്നതാ. ദീപ് ചോദിച്ചിട്ടുണ്ട്, ഷീജ സന്ദീപ് സിനിമയിൽ ചാൻസ് കിട്ടിയാൽ പോകുമോ? ഞാൻ ചാടിത്തുള്ളി പോവും. ആഹാ, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, അവരെന്നെ തിരിച്ചടിച്ചു ഓടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കൊച്ചിലെ സിനിമാ നടി ആവണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ. അയ്യോ, ഇത് കേൾക്കുമ്പോൾ എന്ത് കോമഡി അല്ലയോ സത്യമായിട്ടും. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, മൊത്തം ഓവറാക്കി ചളവാക്കും. അതുകൊണ്ട് രേഷ്മ, ഡ്രസ് എല്ലാം നല്ല സെലക്ഷൻ ആണ്. എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? വീട്ടിൽ യൂസ് ചെയ്യുന്നത് മീഷോയിൽ നിന്നാണ് വാങ്ങുന്നത്. അല്ലാത്തത് എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന എവിടാണെങ്കിലും അത് ഞാൻ പർച്ചേസ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല വാങ്ങുന്നത്. ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും, ചിലപ്പോൾ കടകളായിരിക്കും. എനിക്ക് നിങ്ങൾക്ക് അറിയാവോ, ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കട തുണി കണ്ടു കഴിഞ്ഞാൽ എനിക്കത് വാങ്ങിക്കണം എന്നൊരു വെപ്രാളമാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കത് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പൈസ ഇല്ലെങ്കിൽ പിന്നെ നോക്കി തൃപ്തി കളഞ്ഞിട്ട് തിരിച്ചു പോരും. ചേച്ചി, യൂട്യൂബിൽ എന്ന ഫീൽഡിൽ വരാനുള്ള റീസൺ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. ആരാണ് കൂടുതൽ മോട്ടിവേറ്റർ? ഏത് സിറ്റുവേഷൻ വന്നാലും ഏട്ടൻ, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അമ്മ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിച്ചോളൂ. ചേച്ചിയുടെ ലൈഫിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ചേഞ്ച്. ചേച്ചിയുടെ ഡെലിവറിയെ കുറിച്ച് പറയാമോ? നെക്സ്റ്റ് ബേബി പ്ലാൻ പറയുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? എൻ്റെ ഫസ്റ്റ് ബേബിയുടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ഡെലിവറി സ്റ്റോറി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അഞ്ജലി, ഞാൻ കല്യാണിയുടെ ഒരു ന്യൂ വ്യൂവർ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോസ്. ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഒരു കാര്യം പറയാൻ, എവിടെയോ ഒരു ശ്വേതാമേനോന്റെ ലുക്ക് ഉണ്ട്. ഇത് പണ്ട് എല്ലാരും പറയും. എപ്പോഴെങ്കിലും കിച്ചൺ ലൈഫ് മടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്.
എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാത്ത സമയമുണ്ട്. ആ സമയത്ത് ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യും, അതല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ എപ്പോഴും അടുക്കളയിൽ മാത്രം കിടക്കണം, ഹസ്ബൻഡിന്റെയും കുഞ്ഞിന്റെയും കാര്യം മാത്രം നോക്കണം, വീട് വൃത്തിയാക്കണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് വയ്യേ, നിങ്ങൾ ഒരാളെ നിർത്തി വൃത്തിയാക്ക്. നിങ്ങൾക്ക് ജോലി ചെയ്യാനൊന്നും വയ്യെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നും അടുക്കളയിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബോറടിക്കും, സത്യമാണത്. പക്ഷെ നമ്മൾ അതില് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോവാ, ഔട്ടിങ്ങിന് പോവാ, സിനിമയ്ക്ക് പോവാം. ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ബോറടിക്കത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. ഗോപിക ചോദിച്ചിട്ടുണ്ട്, അൺഫിൽഡ് ഡ്രീം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കല്യാണി ഹായ്, അങ്ങനെ ഒരു പേരൊക്കെ വെച്ച് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്കിപ്പോ ഒരു 50 വയസ്സ് 60 വയസ്സാണെങ്കിലും ഞാൻ പതുക്കെ സമ്പാദിച്ച് കൂട്ടി വെച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ഒരു കുഞ്ഞു വീട് ഭയങ്കര ആഗ്രഹമാണ്. വൈ കാൻ യു സ്റ്റാർട്ട് എ മിനി ടിഫിൻ സർവീസ് ചേച്ചി? എടാ, ഇവിടെ അതിനത്ര ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വല്ല സിറ്റിയിൽ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഇതിന് അത്ര സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ ഒരാൾക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ലൈസൻസും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് തോന്നുന്നു. വാട്ട്സ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കാമോ അതെല്ലാം കാണിച്ചു വളർന്ന ഒരു പ്രായമാണ് എൻ്റെത്. കുഴി കുഴിച്ച ആൾക്കാരെ വീഴ്ത്തുക, കുഴി കുഴിച്ചിട്ട് ചെത്തി ഇങ്ങനെ പോച്ചയൊക്കെ വെച്ചിട്ട് അതിൽ കൂടെ നടന്നു പോകുമ്പോൾ പട്ടയെന്ന് പറഞ്ഞ് വീഴുക, ചാരം എടുത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് നടന്നു പോകുമ്പോൾ തലവഴിക്കിടുക, മാങ്ങ വീഴുമ്പോൾ ഓടിപ്പോയി എടുത്ത് കടിച്ചു പറിച്ച് തിന്നുക. ആ ഒരു 90s കിഡ് എന്നൊക്കെ കറക്റ്റായിട്ട് എന്നെ വിളിക്കാം കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. ശരണ്യ രവികുമാർ, ആരെങ്കിലും ജീവിതത്തിൽ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നിട്ടില്ല. കൂട്ടുകുടുംബമാണോ അണുകുടുംബമാണോ നല്ലത്? ചില കാര്യങ്ങൾക്ക് കൂട്ടുകുടുംബമാണ് നല്ലത്, ചില കാര്യങ്ങൾക്ക് അണുകുടുംബമാണ് നല്ലത്. അണുകുടുംബമാകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ നമ്മൾ മാറി താമസിച്ചപ്പോ എനിക്കിപ്പോ മാറി താമസിക്കാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം അവിടെ അമ്മയുടെ കൂടെ നിന്നാ മതി, നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളോ ജോലികളോ ഒന്നും അറിയണ്ട, വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ട. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് മാറുമ്പോൾ നമ്മള് ആദ്യം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുമെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പഠിച്ചത് ഈ ഒരു 3 വർഷം കൊണ്ടാണ്. പിന്നെ അത് നല്ല കാര്യമാണ്, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നല്ല കാര്യമാണ്. പിന്നെ സ്നേഹം എന്നും നിലനിൽക്കും. സെപ്പറേറ്റ് മാറി താമസിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ Q&A. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നോട് പറയണേ, ഞാൻ മുടി അഴിച്ചിടുന്നതാണോ കെട്ടിവെക്കുന്നതാണോ നല്ലതെന്ന്. പക്ഷെ എനിക്ക് എത്ര അഴിച്ചിട്ടാലും ഇച്ചിരി കഴിയുമ്പോൾ കെട്ടിവെക്കാൻ തോന്നും, എനിക്ക് എന്തോ ഓവറാന്ന് തോന്നും. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ Q&A. ഇതോടെ Q&A സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സെക്ഷൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. അപ്പോൾ ഇനിയിപ്പം നാളത്തെ എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു, ഉമ്മ, ലവ് യു.